ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നവരാത്രി ആരംഭം തുടങ്ങുകയാണല്ലേ, ഒക്ടോബർ 3-ാം തീയതി. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഈ അടുക്കളയിൽ തിരക്കിട്ട് പണിയിലാണ് കേട്ടോ, രാവിലെ തന്നെ. അതാണ് ആദ്യം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഈ നമ്മുടെ വെജിറ്റബിൾ കട്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതാണ് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് കാണിച്ചത്. അപ്പോൾ ഇച്ചിരി വലിയ വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. രാവിലെ ഹറിബറിയാണ് മൊത്തത്തിൽ. രാജേഷിന് ട്രെയിനിന് 8 മണീൻ്റെ ട്രെയിന് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. ഇന്ന് നവരാത്രി ആരംഭം തുടങ്ങുന്ന ദിവസമല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പ്രാവശ്യം 11 ദിവസത്തെ വ്രതമാണ്. അപ്പോൾ 11 ദിവസവും വ്രതമൊക്കെ എടുത്ത് രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെതായ രീതിയിലെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, മനസ്സിനും ശരീരത്തിനും എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണല്ലേ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊന്നുകുട്ടി പഠിച്ചിത്രയും 4-ാം ക്ലാസ് വരെ ആയിട്ടോ അങ്ങനെ അധികം ഇങ്ങനെ വ്രതമൊന്നും എടുത്തിട്ടില്ല. ഇത്രയും നീണ്ടൊരു വ്രതമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ നവരാത്രി വ്രതം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഇത്തവണ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയി, ലഞ്ചായി, ക്യാബേജ് തോരനുണ്ട്, പിന്നെ തലേദിവസം തീയൽ റെഡിയാക്കിയായിരുന്നു. അത് എനിക്ക് നേഷനുമാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ല, കാരണം അവർ വ്രതം തുടങ്ങിയല്ലോ. അപ്പോൾ അവർക്ക് തലേദിവസത്തെ ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് നേഷനും തലേദിവസത്തെ തീയലുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ക്യാബേജ് തോരൻ മതി. പൊന്നുകുട്ടി സ്കൂളിൽ നിന്ന് കഴിച്ചോളും ഭക്ഷണം. പൊന്നുകുട്ടിക്ക് സ്കൂളിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് അവൾ അവിടെ നിന്ന് കഴിച്ചോളും കേട്ടോ. കണ്ണം കൊണ്ട് ചോറ് കൊടുത്തു വിടും. അപ്പോൾ രാജേഷിന് എന്തേ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരെ ഉണർത്തുന്ന കാര്യം ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് പൊന്നുകുട്ടീനെ ഉണർത്തുന്ന കാര്യം ഭയങ്കര ഒരു ടാസ്ക്കാണ്. രാവിലെ കണ്ണൻകുട്ടൻ ചില ദിവസം നേരത്തെ എഴുന്നേക്കും, ചില ദിവസം ഇതുപോലെ ഇങ്ങനെ മടിച്ച് കിടക്കും കേട്ടോ. ഇച്ചിരി പണിയുള്ള കാര്യമാണ് 2 പേരെ ഉണർത്താൻ. കാരണം രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ രാജേഷനും ടാറ്റ ബൈവൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് പോവുകയാണ്. ട്രെയിൻ 8 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് ആൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം എടുത്തിട്ട് ഓടിയാണ് പോകുന്നത്. ഇന്ന് ഇച്ചിരി നേരത്തെ എല്ലാം റെഡിയായി കേട്ടോ. ഞാൻ അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റു. വിളക്കൊക്കെ കത്തിക്കേണ്ടതുകൊണ്ട് കുളിച്ചിട്ട് വേണ്ടേ, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ 2 പേരും അച്ഛന് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രത്യേകതയാണല്ലേ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിട്ടയോടുകൂടി ചെയ്തു പോകുമ്പോൾ. പക്ഷേ എനിക്ക് രാവിലെയൊക്കെ നല്ല എനർജിയാണ് കേട്ടോ. രാവിലെയൊന്നും വലിയ കുഴപ്പമില്ല, കാരണം ഇവരുടെ 3 പേരുടെയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, ഞാൻ ഡൗൺ ആവും. ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ അടുത്തുനിന്ന് ഞാൻ പുതിനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. പിന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ ഇടയ്ക്കാണ് കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഞങ്ങളത് വിട്ടുപോയി സത്യം പറഞ്ഞാൽ. പിന്നെയാണ് അതിൻ്റെ കാര്യം ആലോചിച്ച് അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ നമ്മുടെ ചെടിയിലൊക്കെ പൂ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൂവൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. എനിക്ക് പൂക്കളുള്ള ചെടികൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അന്ന് അവിടെ വെച്ച് നമുക്ക് 10 മണി ഉണ്ടായിരുന്നല്ലേ, നല്ല ഭംഗിയിൽ ഇങ്ങനെ പടർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ അതങ്ങോട്ട് സെറ്റായിട്ട് വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ 2 പേരെ റെഡിയാക്കണം. പൊന്നുകുട്ടി തനിയെ റെഡിയാകും, പക്ഷേ എല്ലാം ഭയങ്കര താമസമാണ്. കണ്ണൻകുട്ടനെ പിന്നെ എല്ലാം ഞാൻ വേണം കേട്ടോ. പുതിയൊരു ഷൂ റാക്ക് മേടിച്ചായിരുന്നു കേട്ടോ. നല്ല ഒരു സൗകര്യമായി. ഇവിടെ രാവിലെയൊക്കെ എന്തോ ഒരു സാധനത്തിന് കാഷ്ടം കിടക്കും പുറത്തൊക്കെ. അപ്പോൾ ഈ ചെരുപ്പിലൊക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഷൂ റാക്ക് മേടിച്ച് ഇങ്ങനെ വെക്കുമ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തോ ആണെന്നറിയാം, കീരിയുടെ എന്തോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും കടലക്കറിയാണ്. കണ്ണൻകുട്ടനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസം ഞാൻ രാവിലെ കഴിക്കും കേട്ടോ. ഇവർ പോകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കും. ചില ദിവസം ഞാൻ ഇവരെ കൊണ്ടുപോയി വിട്ടിട്ടേ വന്ന് കഴിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ എല്ലാം നേരത്തെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ചില ദിവസങ്ങൾ പോലെ ഇരിക്കും, ഓരോ മൂഡ് പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെ. അതായത് കണ്ണൻകുട്ടന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. തനിയെ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ സബോള അടങ്ങിയ ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഈ ബിരിയാണി റൈസൊക്കെ വെക്കത്തില്ലേ, ഗീ റൈസ്, ഇതൊന്നും പുള്ളിക്കാരന് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഇച്ചിരി പണിയാണ് കേട്ടോ ഭക്ഷണം കഴിപ്പിക്കുക. പിന്നെ കടലക്കറിയിലേക്ക് കടല മാത്രം കഴിക്കും. പിന്നെ കുഞ്ഞല്ലേ,
ഇച്ചിരി പാടാണ്. മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുട്ട മാത്രം, ഗ്രേവി എന്ന് പറഞ്ഞ സാധനം കഴിക്കില്ല. ചോറ് അവൻ ഇഷ്ടമേ അല്ല. അവൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് അടങ്ങിയ എന്തെങ്കിലും പലഹാരങ്ങൾ, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി. രാത്രിയിൽ ഞാനും ഡാഷനും ചപ്പാത്തിയാണ്, അവനും ചപ്പാത്തിയാണ് കേട്ടോ. പക്ഷെ പൊന്നുകുട്ടി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. പൊന്നുകുട്ടിക്ക് എന്നും ചോറ് വേണം. 3 നേരം ചോറ് കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ പൊന്നുകുട്ടി. അപ്പോൾ കണ്ണൻകുട്ടനിന്ന് ഇത് കൊടുത്തു വിടണം, നമുക്ക് ടിഫിൻ കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് റോസ്റ്റ് ഇന്ന് ബ്രെഡ് റോസ്റ്റ് കുറച്ച് ജാമും കൂടെ തേച്ചിട്ട് ടിഫിൻ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഓരോന്നാണ്. ഇതൊക്കെയാണെങ്കിൽ എത്ര വേണേലും കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കണ്ട കൂടെ നിന്നാണ് ആൾ ചെയ്യിക്കുന്നത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിക്കറും ഇട്ടുകൊണ്ട് നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, നീ ഇനി വീഡിയോയിൽ ഇതേ നിക്കറിട്ട് നടക്കുന്ന കാണും. ഓ സാരമില്ല എന്ന്, ഞാൻ ആൺകുട്ടിയാ, സാരമില്ല എന്നാണ് അവൻ്റെ ഒരു സംസാരം. അപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് ബട്ടർ ഇട്ട് ബ്രെഡ് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇച്ചിരി ജാമും കൂടെ തേച്ച് അങ്ങനെ കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനിയാണ് ചോറെടുക്കുന്ന പരിപാടി. ഒരു ശകലം ചോറാണ് കേട്ടോ. ഈ ചോറിൻ്റെ പകുതി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ചോറ് കഴിക്കാൻ എന്താല്ലേ ഇത്രയും മടി പിള്ളേർക്ക്, എനിക്കറിയാൻ മേല. കണ്ണൻകുട്ടനാണെങ്കിൽ ചോറിനകത്ത് കറി വെക്കരുത്. പൊന്നുകുട്ടിക്ക് വാങ്ങിച്ച പാത്രമാണ് ഇതിപ്പോൾ ഞാൻ കണ്ണൻകുട്ടന് കൊടുക്കുകയാണ്. കാരണം ചോറിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ്, ഒരു തട്ടം കൂടെയുണ്ട്, അതിലാണ് ഞാൻ കറി കൊടുത്തു വിടുന്നത്. എന്നിട്ട് കുറച്ച് കടല സബോള വീഴാത്ത രീതിയിൽ എടുത്തിട്ട് കൊടുക്കുകയാണ്. കടലയൊക്കെ എന്തായാലും ആൾ മൊത്തം കഴിച്ചിട്ടുണ്ട്. ചോറ് കുറച്ച് മിച്ചമുണ്ട് കേട്ടോ. അതുപോലെ വലിയൊരു ടാസ്ക് ആയിട്ടിരിക്കുകയാണ് കണ്ണൻകുട്ടനെ ചോറ് കൊടുപ്പിക്കുന്നത് കേട്ടോ. ആളാണെങ്കിൽ കണ്ടമാനം ക്ഷീണിച്ചും വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ കഴിച്ചോളൂ. ഈ ബ്രെഡ്, എന്തെങ്കിലും സ്നാക്സൊക്കെ ഇല്ല. ഞാൻ ഇവിടെ അധികം സ്നാക്സ് വാങ്ങിക്കില്ല. ബിസ്ക്കറ്റ് ഞങ്ങൾ ഈ വീട്ടിൽ നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല. കാരണം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വയറിന് പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റൊക്കെ ഞാൻ ഈ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും അവൽ നനച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ്റെ ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ. ഇതൊക്കെ രാവിലെ ഒരു വലിയൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ഈ 2 പേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണി തൊട്ട് 11 കേട്ടോ, ഒരു 10:30 തൊട്ട് ഒരു 3 മണി ഞാൻ ആകെ ഡാർക്ക് സീനാണ് കേട്ടോ. വീട്ടിനകത്ത് അധികം പണിയുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം എല്ലാ പണികളും തീർക്കും കേട്ടോ. എന്തെങ്കിലും ചെറിയ ചെറിയ പണികളെ പിന്നെ കാണത്തുള്ളൂ. നമ്മുടെ കണ്ണൻകുട്ടിന് യൂണിഫോമൊക്കെ കിട്ടിയിട്ട് ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. പൊന്നുകുട്ടി തനിയെ എല്ലാം ചെയ്തോളും കേട്ടോ. എനിക്ക് പിന്നെ ആകെ ഒരു മുടിയൊന്നും കെട്ടിക്കൊടുക്കണം. ചില ദിവസം കെട്ടിക്കൊടുക്കും, ചില ദിവസം കെട്ടിക്കൊടുക്കത്തില്ല. മുടി നനഞ്ഞിരിക്കുവാണെങ്കിൽ ഞാൻ കെട്ടിക്കൊടുക്കത്തില്ല കേട്ടോ. ചില ദിവസം അങ്ങ് കെട്ടിക്കൊടുക്കും. മുടിയൊക്കെ കെട്ടി പൊന്നുകുട്ടി റെഡിയായി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പൊന്നുകുട്ടി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഞാൻ ആ സമയത്ത് ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കായിപ്പോയി. അതുകൊണ്ട് പൊന്നുകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2 പേരും റെഡിയായി. കണ്ണൻകുട്ടൻ്റെ യൂണിഫോം കൊള്ളാൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല യൂണിഫോമാണ്. അപ്പോൾ ഇവിടെ കണ്ണൻകുട്ടൻ ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ക്ലാസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇത് ഹോളി ഫാമിലിയിൽ LKG UKG കുഞ്ഞുങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു അവരുടെ അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഡസ്റ്റ് അലർജിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇവിടെയാണ് കേട്ടോ ഇരുത്തിയിരിക്കുന്നത്. പൊടി അലർജിയൊന്നും വരാതിരിക്കാൻ വേണ്ടി. പിന്നെ 2 പേരും ഇപ്പോഴും മാസ്കും വെച്ച് തന്നെയാണ് പോകുന്നത്. പൊന്നുകുട്ടിയും ടാറ്റയും പറഞ്ഞ് സ്കൂളിലോട്ട് കയറിപ്പോയി. അതിനുശേഷം 2 പേരെയും വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇവരെ വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ ഞാൻ മൂഡ് ഓഫ് ആവും കേട്ടോ. അതെന്താന്ന് പോലും എനിക്കറിയത്തില്ല, അങ്ങ് ആയിപ്പോവും. പിന്നെ വണ്ടിയൊക്കെ വെച്ചിട്ട് വന്ന് ഗേറ്റ് അടയ്ക്കാൻ നേരത്താണ് ഞങ്ങളുടെ ഇവിടെ ഒരു അരളി നിൽപ്പുണ്ടേ. അവിടെ ഇങ്ങനെ പ്യൂപ്പ ഉണ്ടായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രം പറഞ്ഞായിരുന്നു ചിത്രശലഭത്തിൻ്റെ ആ ഒരു പുഴു ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അതിപ്പോൾ പ്യൂപ്പ ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ഗേറ്റ് അടച്ചിട്ട് തിരിച്ച് വരുന്ന വഴി അതെന്തായാലും കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, എന്താ ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്. പിന്നെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഫാനും ഇട്ട് കുറച്ച് നേരം ഇരിക്കും. അപ്പോഴാ ഓർത്ത പൊന്നുകുട്ടിയുടെ തുണി ഇട്ടിട്ടില്ലല്ലോ എന്ന് കേട്ടോ. പൊന്നുകുട്ടിയുടെ കണ്ണൻകുട്ടിൻ്റെ യൂണിഫോമും കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി തുണിയെല്ലാം വാരിയിട്ട് കേട്ടോ. അപ്പോൾ അതവിടെ കറങ്ങുന്ന നേരത്തെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. അതുവരെ ചിലപ്പോൾ ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഫോണില്ല, കാരണം എൻ്റെ സിസ്റ്റർ ജോലിക്ക് കയറി. സാധാരണ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർ ജോലിക്ക് കയറിയോണ്ട് ഇപ്പോൾ ഫോൺ വിളിയൊന്നും ഇല്ല കേട്ടോ. ഫോൺ ഡേ ടൈമിൽ ഫുള്ള് കയ്യിൽ വെറുതെ ഇരിക്കുക, ആരും ഇല്ല വിളിക്കാനും പറയാനും. അപ്പോൾ അതേ തുണിയെല്ലാം കഴുകി വിരിച്ചു. ഇനി വൈകിട്ട് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സ്ഥലം ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേ അതാണ് കേട്ടോ, അവിടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം ആ ഒരു പറമ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തെ വശമൊക്കെ കാണാൻ. പിന്നെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു, TV കണ്ടു. അതിനെല്ലാം ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട്. വിളിക്കാൻ പോകുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ഭയങ്കര വെയിലായിരിക്കും, ട്രാഫിക്കായിരിക്കും ആ സമയത്ത്. സ്കൂളൊക്കെ വിട്ടതിൻ്റെ ആ തിരക്കും ബഹളമൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതിനുശേഷം വന്നിട്ട് ഞാൻ കണ്ണൻകുട്ടന് ബ്രെഡ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തത്. ഇന്ന് മാവൊന്നും ഇരിപ്പില്ലായിരുന്നു. ദോശ ഇന്ന് ലാസ്റ്റ് മാവ് തീരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ബ്രെഡ് റോസ്റ്റ് തന്നെയാണ് കൊടുത്തത്. മാവ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ മാവില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ബ്രെഡ് റോസ്റ്റൊക്കെ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സ്ഥലത്ത് പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്ത് കേട്ടോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു തോടാണ് കേട്ടോ. ആ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ മീനൊക്കെ പിടിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്, നല്ല ഭംഗിയല്ലേ, നാടൻ പ്രദേശമാണ് കേട്ടോ ഇതിവിടെ. നാട്ടുംപുറം എന്നൊക്കെ പറയും. എന്ത് രസമാണ് നമ്മുടെ ചേർത്തല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേർത്തല പോലുള്ള സ്ഥലങ്ങൾ, നാട്ടും പ്രദേശമാണ്. അപ്പോൾ ഇതാണ് സംഭവം. കുറേ ചേച്ചിമാർ കൂടി നട്ടതാണ് കേട്ടോ ജമന്തിത്തോട്ടം. ഓണം ആകുമ്പോൾ അവർ പൂ പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഓണം കഴിഞ്ഞപ്പോഴാണ് പൂ വിരിഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഇതുപോലൊരു നഷ്ടം വന്നിട്ടുണ്ടല്ലേ. കുറേ ചേച്ചിമാർ കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി കൊണ്ടുവന്നേ. പക്ഷേ എന്ത് ചെയ്യാൻ, അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടമായതുപോലെ പൂ വന്നത് ഓണം എല്ലാം കഴിഞ്ഞ് ഈ ഒരു ടൈമായപ്പോഴാണ് കേട്ടോ. വലിയൊരു സങ്കടം തന്നെയാണ്. പക്ഷെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം, നിറച്ച് പൂമ്പാറ്റകളും നല്ല രസമാണ് കേട്ടോ. ജമന്തി കാണാൻ നല്ല സ്മെല്ലായിരുന്നു. ജമന്തിയുടെ മണമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ ജമന്തിയുടെ മണം. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ജമന്തിയുടെ മണം ഉണ്ടായിരുന്നു. എന്ത് രസമാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അതൊത്തു. ഇത് കണ്ടോ ചിത്രശലഭം പോകുന്നത്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ. ചിത്രശലഭം നിറച്ച് ചിത്രശലഭം ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അതങ്ങ് പറന്ന് പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസും ഒക്കെ ചെയ്ത് ഞങ്ങൾ അവസാനം അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ കുളം കണ്ടോ, ആ കുളത്തിലൊക്കെ നിന്ന് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് കേട്ടോ കുറേ നേരം. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി കുറച്ച് പൂ പറിച്ചു കേട്ടോ, വിളക്കത്ത് വെക്കാൻ. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണമല്ലോ. ഇന്നിപ്പം നമ്മൾ വ്രതത്തിലൊക്കെ അല്ലേ. അപ്പോൾ ഇനിയിപ്പം 11 ദിവസം അതിന് വേണ്ടി എന്തായാലും സമയം കണ്ടെത്തി തന്നെ ചെയ്യണം. 11 ദിവസം മുടങ്ങാതെ വിളക്ക് കത്തിക്കണമെന്നാണ് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഓടി വീട്ടിൽ വന്ന എല്ലാവരും തൂത്ത് തുടച്ച് കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് എല്ലായിടവും തൂത്ത് തുടയ്ക്കും കേട്ടോ. എന്നും തുടയ്ക്കും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കേട്ടോ. അതെനിക്കൊരു ശീലമാണ് അത്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തിന്നുന്നതൊക്കെ ചിലപ്പോൾ വീഴുമല്ലോ, ഭക്ഷണ വേസ്റ്റൊക്കെ വീഴുന്നതുകൊണ്ട് ഞാൻ എന്നും തൂത്ത് തുടച്ചിട്ടേ വിളക്ക് കത്തിക്കത്തുള്ളൂ. അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി കേട്ടോ. ഇനിയിപ്പോൾ കണ്ണൻകുട്ടന് ഇച്ചിരി മടിയാണേ നാമം ചൊല്ലാനായിട്ട്. ആ സമയവും കൂടി കളിക്കാവല്ലോ എന്നാണ് ആളുടെ മനസ്സിൽ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് കണക്ക് നവരാത്രി വ്രത ആരംഭമാണ് ഇന്ന്. അങ്ങനെ കുറേ കാര്യങ്ങൾ, പണ്ടത്തെ നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ കുഞ്ഞിലെ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത്
നവരാത്രി കാലത്തെ ഓരോ സംഭവങ്ങളുണ്ട്, വൈകിട്ട് അമ്പലത്തിൽ പോവുക അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആളിരുന്ന് കൂടെ ഇരുന്ന് നാമം ചൊല്ലി കേട്ടോ. എനിക്ക് ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഇതുപോലെ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ. എൻ്റെ ബാല്യകാലം അടിപൊളിയായിരുന്നു അവരുള്ളത് കൊണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് ജീവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ ആ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തൊരു ടൈമാണ് കേട്ടോ അപ്പൂപ്പൻ അമ്മൂമ്മ ഒരു ലൈഫ്. അതിനുശേഷം പഠിക്കാനായിട്ടിരുന്നു കേട്ടോ. കണ്ണൻകുട്ടന് കണ്ടമാനം ഹോംവർക്ക് ഉണ്ട്. പൊന്നുകുട്ടിക്ക് അത്രയും ഹോംവർക്കും കാര്യങ്ങളൊന്നുമില്ല, പഠിക്കാനായിരിക്കും ഉള്ളത് കേട്ടോ. പക്ഷെ കണ്ണൻകുട്ടന് ഡെയിലി എല്ലാ സബ്ജക്റ്റിൽ നിന്നും നല്ലപോലെ ഹോംവർക്ക് ഇട്ട് കൊടുക്കും. ടെക്സ്റ്റിലും ഹോംവർക്ക് കാണും, നോട്ടിലും ഹോംവർക്ക് കാണും, മൊത്തത്തിൽ ഹോംവർക്ക് ആയിരിക്കും കേട്ടോ. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഠിക്കാനായിട്ട്. എല്ലാ ഹോംവർക്കും നല്ല വൃത്തിയായിട്ടിരുന്ന് ചെയ്യും കേട്ടോ, ഒരു മടിയില്ല. ഇപ്പം വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ ഹോംവർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ അവൻ കിടന്നുറങ്ങത്തുള്ളൂ. പിന്നെ അതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കാനായിട്ട് കയറി കേട്ടോ. ചപ്പാത്തിയാണ് എനിക്ക് ശേഷം ഡെയിലി രാത്രി ചപ്പാത്തി, കണ്ണൻകുട്ടനും ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെ ഇതേ തലേദിവസത്തെ തീയൽ ഇരിപ്പുണ്ട്. പിന്നെ കടലക്കറി, ക്യാബേജ് തോരനും ചോറും. പൊന്നുകുട്ടി ഇവിടെ ചോറ് കഴിക്കുന്ന ആൾ നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.